ഞാൻ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന അനിമയുടെ പേരാണ് ഇൻ അനദർ വേൾഡ് വിത്ത് മൈ സ്മാർട്ട് ഫോൺ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കാണിക്കുന്നത് ടോയും അയാളുടെ സഹോദരനും പുതിയ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഗിൽഡിൽ നിന്ന് അവർക്ക് പുതിയ ജോബ് കിട്ടിയിരിക്കുന്നു. ടോയ് ചോദിച്ചു, റോയൽ സിറ്റിയിൽ കത്ത് കൊടുക്കുന്ന നല്ലൊരു ജോലിയാണോ? ഇതിനേക്കാളും നല്ലതായിരുന്നു നമുക്ക് ആ മെഗാ സ്ലൈമിനെ കൊല്ലാൻ പോകുന്ന ജോലി. ആ രണ്ട് ഇരട്ട സഹോദരൻ പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങൾക്ക് സ്ലൈം എന്ന് പറഞ്ഞ ജീവിയെ ഇഷ്ടമേ അല്ല. അത് ഞങ്ങളുടെ ഉടുപ്പ് മെൽറ്റ് ചെയ്യും, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പ്ലീസ് പറഞ്ഞു, നമുക്ക് ആദ്യമേ എന്തെങ്കിലും പോയി കഴിക്കാം. അതിന് നമ്മൾ ആദ്യമേ ഹോട്ടൽ കണ്ടുപിടിക്കണം. ടോയ് പറഞ്ഞു, വെയിറ്റ്, എൻ്റെ ഗേറ്റ് മാജിക് ഉപയോഗിച്ച് നമുക്ക് സിൽവർ മോണി പോകാം. അത് കാരണം നമുക്ക് പൈസയും ടൈമും ഒരുപാട് ലാഭിക്കാം. ആ രണ്ട് ഇരട്ട സഹോദരൻ പറഞ്ഞു, പറ്റത്തില്ല, ഗിൽഡിൽ നിന്ന് നമ്മളൊരു ജോലി എടുത്ത് സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അഡ്വഞ്ചറസ് ഒക്കെ ഇത് അറിഞ്ഞിരിക്കണം. ടോയ് അതിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടു. അവർ മൂന്നുപേരും അങ്ങോട്ട് ചെന്നു. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയെ കുറച്ച് ഗുണ്ടുകൾ ചേർന്ന് വളഞ്ഞിരിക്കുകയാണ്. ലിൻസ് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഉടുപ്പ് കണ്ടിട്ടില്ല. ടോയ് പറഞ്ഞു, ഇതൊരു സമുറായി ആണ്. ലിൻസ് ചോദിച്ചു, അതെന്താണ്? ആ ഗുണ്ടുകളുടെ ലീഡർ വന്ന് പറഞ്ഞു, നീയാണല്ലേ ഞങ്ങളുടെ ടീമിലുള്ള കുറച്ചുപേരെ അടിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വഴക്ക് തുടങ്ങിയത്. അന്നേരമാണ് ആ വില്ലന്മാരുടെ ലീഡർ വന്ന് പെട്ടെന്ന് അടിക്കാൻ നോക്കിയത്. പക്ഷേ ആ പെൺകുട്ടി ആ വില്ലന്മാരുടെ ലീഡറിനെ അടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ വയറ്റിൽ പിടിച്ചു. അന്നേരം ഒരാൾ ആ പെൺകുട്ടിയുടെ പുറകിൽ നിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ടോയ് അന്നേരം ടോയുടെ മാജിക് ഉപയോഗിച്ച് അയാളെ തടഞ്ഞു. അന്നേരം എലീസും ലിൻസും ചേർന്ന് ടോയെ സഹായിക്കാൻ തുടങ്ങി. കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഗാർഡ്സ് വരുന്നു. ടോയ് ആ പെൺകുട്ടിയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി അവരുടെ ചാൻസ് പറയുകയാണ്, എന്റെ പേരാണ് കൊക്കിനോ യായ്. ആ പെൺകുട്ടി പറഞ്ഞു, കൊക്കിനോ എന്റെ ഫാമിലി നെയിമാണ്, എന്നെ യായ് എന്ന് വിളിച്ചാൽ മതി. ടോയ് ചോദിച്ചു, നീ ഏഷ്യനിൽ നിന്നുള്ളതാണല്ലേ? യായ് പറഞ്ഞു, അതെ. ടോയ് പിന്നെ ടോയുടെ പേര് പറഞ്ഞു. യായ് ചോദിച്ചു, ടോയ, നീയും ഏഷ്യനിലുള്ളതാണല്ലേ? ടോയ് പറഞ്ഞു, അല്ല, അതുപോലെ തന്നെ വേറൊരു സിറ്റിയിലുള്ളതാണ് ഞാൻ. ആ രണ്ട് ഇരട്ട സഹോദരികളും ഷോക്കായി നിന്നു. ടോയ് മനസ്സിൽ പറയാണ്, അവർ വിചാരിക്കുകയാണ് ഞാൻ ഏഷ്യയിൽ നിന്നുള്ളതാണെന്ന്. ടോയ് ചോദിച്ചു, ഫൈറ്റിന്റെ ഇടയിൽ നിനക്ക് എന്ത് പറ്റിയതാണ്? യായ് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ എവിടെയോ കളഞ്ഞുപോയി, അതുകൊണ്ട് എനിക്ക് വിശക്കുകയാണ്. അവർ മൂന്നുപേരും യായ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു. എലീസ് ചോദിച്ചു, നീ മാർഷൽ ആർട്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുകയാണല്ലേ? യായ് പറഞ്ഞു, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും യോദ്ധാക്കളാണ്, ഞാനും എന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു ദിവസം ഞാനും എന്റെ അച്ഛന്റെയും ചേട്ടന്റെയും പോലെ ഒരു യോദ്ധാവാകും ഞാൻ. യായ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ റോയൽ സിറ്റിയിൽ പോകുകയാണ്. എലീസ് പറഞ്ഞു, ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങളുടെ കൂടെ വരുന്നോ? യായ് പറഞ്ഞു, ശരി. അവരെല്ലാവരും കൂടെ കുതിരവണ്ടി പോകുകയാണ്. ടോയ് ചോദിച്ചു, യായ്, നീ കുതിരവണ്ടി ഓടിക്കുക എവിടെ നിന്ന് പഠിച്ചു? യായ് പറഞ്ഞു, ട്രെയിനിങ് വഴി. ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കും. എലീസ് പറഞ്ഞു, യായ് കുറച്ച് സഹായമായി. ടോയ് പറഞ്ഞു, ഞാനല്ലേ ഒരു സഹായം ചെയ്യാതിരിക്കുന്നത്? എലീസ് പറഞ്ഞു, അല്ല. എലീസ് പറഞ്ഞു, നിനക്ക് എല്ലാ മാജിക്കും ഉപയോഗിക്കാൻ അറിയാം, നിനക്ക് ഏത് നല്ല മാജിക്കും ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ പേരും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ലിൻസ് പിന്നെ ടോയ്ക്ക് ഒരു മാജിക് പഠിക്കാനുള്ള ഒരു ബുക്ക് കൊടുത്തു. ടോയ് അതിൽ നിന്ന് നല്ല മാജിക് പഠിക്കാൻ നോക്കുകയാണ്. ടോയ് പറഞ്ഞു, ഇതിനകത്ത് ഒരുപാടുണ്ടല്ലോ, ഇതിനകത്ത് കൂടുതൽ മാജിക്കും ആവശ്യമില്ലാത്ത മാജിക്കാണ്. ടോയ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഗോഡ് എന്റെ മെമ്മറി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് എത്ര കാണുമോ, ഇത്ര എന്റെ ഓർമ്മയിൽ നിൽക്കുമോ? ടോയ് അതിലൊരു മാജിക് നോക്കി. ദൂരെയുള്ള സാധനങ്ങൾ അടുത്ത് കൊണ്ടുവരുന്നൊരു മാജിക്കാണത്. ടോയ് അത് ഉപയോഗിച്ച് നോക്കി, പക്ഷെ അത് വർക്ക് ചെയ്തില്ല. എലീസ് ചോദിച്ചു, നീ എന്താണ് എടുക്കാൻ നോക്കിയത്? ടോയ് പറഞ്ഞു, യായുടെ കത്തി. എലീസ് പറഞ്ഞു, അത് ഒരുപാട് ഭാരമായോണ്ടായിരിക്കും പറ്റാത്തത്. ടോയ് പറഞ്ഞു, ശരിയാണ്, ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഭാരമുള്ള സാധനങ്ങൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന്. ടോയ് വീണ്ടും ആ മാജിക് ഉപയോഗിച്ചു. യായ് പെട്ടെന്ന് അലച്ചു. ലിൻസ് ചോദിച്ചു, ഇപ്പൊ എന്താണ് നീ എടുക്കാൻ നോക്കിയത്? ടോയ് പറഞ്ഞു, യായുടെ റിബൺ. ലിൻസ് പറഞ്ഞു, ഈ മാജിക് എന്നെ ഒരുപാട് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഇതിലെ കുറച്ച് മാജിക് പേടിപ്പെടുത്തുന്നതും കൂടിയാണ്. ഈ മാജിക് കാരണം ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റാം, അവർക്ക് അറിയാൻ പോലും പറ്റത്തില്ല ഇത് ആരാണ് എടുത്തതെന്ന്. ടോയ് പറഞ്ഞു, ശരിയാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആ രണ്ട് ഇരട്ട സഹോദരനും പറഞ്ഞു, നീ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ടോയ് പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം ഓർക്കുകയാണ്, ഈ മാജിക് ഉപയോഗിച്ച് എനിക്ക് ആൾക്കാരുടെ അണ്ടർവേസ് എടുക്കാൻ പറ്റുമോ? ലിൻസും എലീസും പേടിച്ച് ആ കുതിരവണ്ടി സൈഡിൽ. ടോയ് പറഞ്ഞു, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. യായ് പറഞ്ഞു, എന്റെ റിബൺ ഇപ്പൊ എനിക്ക് തിരിച്ചു തരാമോ? ടോയ് പിന്നെ വീണ്ടും ആ ബുക്ക് നോക്കി മാജിക് പഠിക്കാൻ തുടങ്ങി. ടോയ് അതിൽ നിന്നൊരു മാജിക് പഠിച്ചു പറഞ്ഞു, ലോങ് സെൻസ്. എലീസ് ചോദിച്ചു, ഇതെന്തൊരു മാജിക്കാണ്? ടോയ് പറഞ്ഞു, ഈ മാജിക് കാരണം എനിക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറ്റും. ടോയ്ക്ക് എന്തായാലും ഒരു സ്മെല്ലടിച്ചു, അത് ബ്ലഡിന്റെ സ്മെല്ലാണെന്ന് പറഞ്ഞു. അവർ ഫ്രണ്ടിലോട്ട് പോയി നോക്കി, കുറെ മോൺസ്റ്റർ ചേർന്നു ഗാർഡ്സിനെ അറ്റാക്ക് ചെയ്യാണ്. അവിടെ തന്നെ വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ അങ്ങോട്ട് ചെന്ന് ആ മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊല്ലാൻ നോക്കി. മോൺസ്റ്റേഴ്സ് വീണ്ടും വരികയാണ്, അത് തീരുന്നില്ല, അത് തീരാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ലെൻസ് പറഞ്ഞു, ഇതൊരു ഡാർക്ക് സമനിങ് മാജിക്കാണ്, ഈ മോൺസ്റ്റേഴ്സ് അവസാനിക്കണമെങ്കിൽ ഈ മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന മജീഷ്യനെ നമ്മൾ ആദ്യമേ തോപ്പിക്കണം. ടോയ് അന്നേരം പറഞ്ഞു, സ്ലിപ്പ്. അയാൾ അവിടെ തെന്നി വീണു. എല്ലാവരും ചേർന്ന് മാജിക് ചെയ്ത ആളെ കെട്ടിയിട്ടു. സോൾജേഴ്സ് അവരുടെ ചാൻസ് പറഞ്ഞു. ടോയ് ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവ് പറ്റിയോ? എന്റെ കൂടെ വന്ന കുറെ ആൾക്കാർ മരിച്ചുപോയി. പെട്ടെന്ന് ഒരാൾ അലച്ചു. ചിക്ലി എന്ന് പറഞ്ഞൊരു നിലവിളി കേട്ടു. അവരെല്ലാം കൂടെ ആ കുതിരവണ്ടിയുടെ അകത്തേക്ക് പോയി. അതിന്റെ അകത്തായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഇയാളെ രക്ഷിക്കണേ, ഇയാളുടെ നെഞ്ചിൽ ഒരു അമ്പ് കൊണ്ടു. ടോയ് ചോദിച്ചു, ലിൻസ്, ഇയാളെ ഹീൽ ചെയ്യാൻ പറ്റുമോ? ലിൻസ് പറഞ്ഞു, പറ്റത്തില്ല. ടോയ് പറഞ്ഞു, ഇയാളുടെ നെഞ്ചിൽ അമ്പില്ലായിരുന്നു രക്ഷിക്കാൻ പറ്റുമായിരുന്നു? ലിൻസ് പറഞ്ഞു, പറ്റുമായിരുന്നു. ടോയ് പിന്നെ ടോയുടെ മാജിക് ഉപയോഗിച്ച് ആ നെഞ്ചിലുള്ള അമ്പ് തിരിച്ചെടുത്തു. ലൈറ്റ് മാജിക് ഉപയോഗിച്ച് അയാളെ ഹീൽ ചെയ്തു. പിന്നെ അയാളെ എവിടുന്ന് എണ്ണിച്ചു. ആ വയസ്സായ ആള് പറഞ്ഞു, എന്നെ രക്ഷിച്ചതിന് നന്ദി. അവിടുന്ന് വെളിയിറങ്ങി അയാൾ പറഞ്ഞു, എന്റെ പേരാണ് ലിയാൻ, ഞാനൊരു ബക്ലറാണ്, ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ പെൺകുട്ടി ഡ്യൂക്കിന്റെ മോളാണ്, ലേഡി മിസ് സൂസി എർണിയർ ഒട്ടലീൻ. എലീസും ലിൻസും യായും
മുട്ടുകുത്തിയിരുന്നു. ടോയ് ചോദിച്ചു എന്തു പറ്റി? എലീസ് പറഞ്ഞു ഇത് ഡ്യൂക്കിന്റെ മോളാണ്. ഡ്യൂക്ക് എന്ന് പറഞ്ഞ ഒരു IS റാങ്ക് ആണ്. റോയൽ ഫാമിലി ഉള്ളവർക്ക് മാത്രമേ ആ റാങ്ക് കിട്ടത്തുള്ളൂ. അന്നേരം സൂസി പറഞ്ഞു എന്റെ അച്ഛന്റെ ചേട്ടനാണ് കിങ് ഇവിടുത്തെ. ടോയ് പറഞ്ഞു എന്താ നീ രാജാവിന്റെ മോളായിട്ട് വരുമല്ലേ? അന്നേരം ഞാൻ നിന്നെ ലേഡി സൂസിന്ന് വിളിക്കണോ? സൂസി പറഞ്ഞു സൂസിന്ന് വിളിച്ചാൽ മതി എന്നെ. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചതാണ്. ടോയ് ചോദിച്ചു നിങ്ങൾ ഈ കാട്ടിൽ എന്ത് ചെയ്യുകയാണ്? സൂസി പറഞ്ഞു അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് റോയൽ സിറ്റിയിലോട്ട് പോകുകയാണ്. അന്നേരമാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്. ടോയ് ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണം നിങ്ങൾക്ക്? ലിയാം പറഞ്ഞു ഞങ്ങളെ റോയൽ സിറ്റിയിൽ വരെ കൊണ്ടുപോകാമോ? ഞങ്ങൾക്ക് ഇതിന് ഒരുപാട് സമ്മാനം കിട്ടും. എലീസ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം, നമ്മളെന്തായാലും അങ്ങോട്ട് പോകാനുള്ളതല്ലേ. ടോയ് പറഞ്ഞു ശരി അങ്ങോട്ട് പോകാം. അവർ ആ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. എൽഫാർട്ട് കിങ്ഡം. ഇതൊരു നദിയുടെ പുറത്താണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. സിറ്റി ഓഫ് ലേക്ക്. അവരെല്ലാവരും കൂടെ കൊട്ടാരത്തിൽ ചെന്നു. സൂ പിന്നെ സൂവിന്റെ ഫാദറിനെ കണ്ടു. സൂയുടെ ഫാദർ വന്ന് പറഞ്ഞു എന്റെ മോനെ രക്ഷിച്ചതിന് നന്ദി. സൂയുടെ ഫാദർ അവിടെ തല കുനിച്ച് നിന്നു. ടോയ് പറഞ്ഞു ഒരു രാജാവ് അങ്ങനെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കരുത്. പിന്നെ അയാൾ അയാളുടെ പേര് പറഞ്ഞു. എന്റെ പേരാണ് ഡ്യൂക്ക് ആൽഫ്രഡ് എർണിയസ് ഒട്ടാരൈൻ. ആൽഫ്രഡ് പിന്നെ ടോയും ടോയുടെ ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കുകയാണ്. അന്നേരമാണ് അങ്ങോട്ട് സൂ വന്നത്. ആൽഫ്രഡ് ചോദിച്ചു നീ എലന്റെ അടുത്ത് സംസാരിച്ചു? സൂ പറഞ്ഞു എനിക്ക് പറയാൻ വയ്യ, ഞാനിത് പറയുമ്പോഴത്തേനും അയാൾ പേടിക്കും. ടോയ് ചോദിച്ചു ഈ അലൻ ആരാണ്? ആൽഫ്രഡ് പറഞ്ഞു അതെന്റെ വൈഫാണ്, എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ല. ടോയ് ചോദിച്ചു അസുഖമാണോ? ആൽഫ്രഡ് പറഞ്ഞു ഇതൊരു 5 വർഷം മുമ്പുള്ള കഥയാണ്. രക്ഷപ്പെട്ടു, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ലിൻസ് ചോദിച്ചു നിങ്ങൾ മാജിക് ഉപയോഗിച്ച് നോക്കിയോ? അവർ പറഞ്ഞു മാജിക് ഉപയോഗിച്ച് ഞങ്ങൾ നോക്കി, ഒരു ഉപയോഗവും ഉണ്ടായില്ല. സൂ പറഞ്ഞു എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ. ആൽഫ്രഡ് പറഞ്ഞു എന്റെ വൈഫിന്റെ അച്ഛന്റെ കയ്യിൽ പ്രത്യേകമായ ഹീലിംഗ് മാജിക് ഉണ്ടായിരുന്നു. ആ മാജിക് ഉപയോഗിച്ച് ഏത് അസുഖവും മാറ്റാൻ പറ്റുമായിരുന്നു. സൂ ഇത് പഠിക്കാനാണ് സിറ്റിയുടെ വെളിയിലോട്ട് പോയത്. സൂ പറഞ്ഞു സോറി ഫാദർ, എനിക്ക് ആ മാജിക് പഠിക്കാൻ പറ്റിയില്ല. നമുക്കൊരു ഹീലിംഗ് മാജിക് അറിയുന്ന ഒരാളെ നമ്മളിത് പഠിപ്പിക്കണം. ആൽഫ്രഡ് പറഞ്ഞു നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിലുള്ള ഒരു നല്ല മാജിക് ആയിരുന്നു, വേറെ ഒരാളുടെ കയ്യിൽ ആ മാജിക് കാണത്തില്ല. അവർ മൂന്നുപേരും ഞെട്ടി ടോയ് അടുത്ത് കൈ ചൂണ്ടി നിന്നു. അവരെ നോക്കി ചിരിച്ചു നിന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ടോയ് ആ മാജിക് പഠിച്ച് ഹെലന്റെ കണ്ണ് ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് എലീസും ലിൻസും ടോയെ കെട്ടുപിടിച്ച് നിന്നു. അവരെല്ലാവരും ടോയെ അടുത്ത് നന്ദി പറഞ്ഞു. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആൽഫ്രഡ് പറഞ്ഞു എന്റെ മോളെ മാത്രമല്ല നീ രക്ഷിച്ചത്, എന്റെ വൈഫിനെ നീ രക്ഷിച്ചു. എന്നിട്ട് ടോയ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. ഇവരുടെ ഭാരമായോട് ടോയുടെ കയ്യിൽ നിന്ന് അത് വീണു. ടോയ് ചോദിച്ചു ഇതിലെന്താണ്? ആൽഫ്രഡ് പറഞ്ഞു കോട്ടയം പ്ലാറ്റിനം കോയിനാണുള്ളത്. ഇത് കേട്ട് എലീസും ലിൻസും യായും ഷോക്കായി നിന്നു. ടോയ് ചോദിച്ചു പ്ലാറ്റിനം ഇത്ര വില കൂടുതലാണോ? എലീസ് പറഞ്ഞു ഗോൾഡിനേക്കാളും വില കൂടുതലാണ്. ഒരു പ്ലാറ്റിനം കോയിൻ 10 സ്വർണ്ണ കോയിന് പകരമാണ്. ടോയ് പറഞ്ഞു വെയിറ്റ് 40 പ്ലാറ്റിനം കോയിൻ. അന്നേരം എന്റെ കയ്യിൽ എത്ര കാണും? 40 മില്യൺ. ടോയ് പറഞ്ഞു താങ്ക്സ്, പക്ഷെ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. ആൽഫ്രഡ് പറഞ്ഞു നിങ്ങൾക്ക് അഡ്വഞ്ചർ ആകണമെങ്കിൽ ഇത് നീ എടുത്തേ പറ്റൂ. ആൽഫ്രഡ് അന്നേരം വേറൊരു സമ്മാനം കൊടുത്തു. ഇതിന്റെ ഫാമിലി മെഡലാണ്. ഇത് കാണിച്ച് നിങ്ങൾ ഏത് ടൗണിൽ നിങ്ങളെ കയറ്റും. ഇത് നിങ്ങളെ കാണിക്കും ഡ്യൂക്കിന്റെ പ്രൊട്ടക്ഷനിലാണ് നിങ്ങളുള്ളത്. അവരെല്ലാവരും ആ കൊട്ടാരത്തിൽ നിന്ന് പോയി. എല്ലാവരും ബേ പറഞ്ഞു. എലീസ് പറഞ്ഞു നമ്മൾ കത്ത് ഡെലിവറി ചെയ്തു, ഗിൽഡ് എന്ന ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടോയ് പറഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളുടെ സിറ്റിയിൽ പോവുകയാണ്. യായ് നീ എന്ത് ചെയ്യും? യായ് പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ എന്നെ തന്നെ നിനക്ക് ഓഫർ ചെയ്യുന്നു. ഇത് കേട്ട് അവർ മൂന്നിനും ഞെട്ടി. യായ് പറഞ്ഞു ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. എലീസ് ചോദിച്ചു പിന്നെ ഏത് അർത്ഥത്തിലാണ് നീ പറഞ്ഞത്? യായ് പറഞ്ഞു നമ്മുടെ യാത്ര കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി നീ നല്ലൊരാളാണെന്ന്. നിനക്ക് ഒരുപാട് ശക്തിയുണ്ട്, പാവമാണ്, എല്ലാവരും സഹായിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. എലീസ് പറഞ്ഞു ശരി ഗിൽഡിൽ ചേരാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പിന്നെ മിഷനും കംപ്ലീറ്റ് ചെയ്യാം. യായ് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമാകും. എലീസും ലിൻസും യായെ വെൽക്കം ചെയ്തു അവരുടെ ടീമിലോട്ട്. യായ് മനസ്സിൽ വിചാരിക്കുകയാണ് ശക്തിക്കുള്ള യോഗ്യത എനിക്കില്ല എന്ന് തോന്നുന്നു. ഈ ശക്തികൾ കാരണം എനിക്ക് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തോ വേണം എനിക്ക്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ബൈ.